റുട്ടീൻസൊക്കെ ആയിട്ട് പോകുമ്പോഴേ ഭയങ്കര മടുപ്പ് വരും നമുക്ക് ലൈഫിൽ. നാട്ടിലാകുമ്പോൾ നമ്മൾ നൈബേഴ്സിൻ്റെ അടുത്തും കസിൻസിൻ്റെ അടുത്തും ഒക്കെ പോയിട്ട് നല്ല അടിച്ചു പൊളിച്ച് ഇങ്ങനെ പോവല്ലേ ചെയ്യാറ്. ഇവിടെ എത്തുമ്പോൾ നമ്മൾ വീട്ടുകാരെയൊന്നും കാണുന്നില്ല, നമ്മൾ കുറച്ചൊരു ഒറ്റപ്പെട്ട പോലെയൊക്കെ ഇങ്ങനെ ഫീൽ ചെയ്യും. അപ്പം ആ ഒരു ചടപ്പും കാര്യങ്ങളൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് ഞങ്ങളിതുപോലെ ചെറുതായിട്ട് ഇങ്ങനെ ചെറിയൊരു ട്രിപ്പ് എന്നൊന്നും പറയാൻ പറ്റില്ല, ഒരു പാർക്ക് വിസിറ്റ് അല്ലെങ്കിൽ എവിടേക്കെങ്കിലും മോൾസിലൊക്കെ പോവുക, അങ്ങനെ ചെറിയൊരു കറക്കം. നമ്മൾ എവിടേക്ക് പോകുന്നു എന്നുള്ളതിനല്ലല്ലോ നമ്മൾ കുറേ സംസാരിച്ച് അങ്ങനെ അടിപൊളിയായിട്ട് പോകുന്നതിനോടാണ് എനിക്ക് കൂടുതൽ താല്പര്യം. അതുപോലെ തന്നെ നമ്മളെ വൈബിനൊക്കെ പറ്റിയ കുറച്ച് ടീംസും കൂടി ഉണ്ടെങ്കിൽ സംഭവം പൊളിയല്ലേ. അങ്ങനെ ഇവരുടെ കസിനുണ്ട്. മുന്നത്തെ ഒരു വ്ളോഗിൽ ഇവരെ ഞാൻ പരിചയപ്പെടുത്തിയതാണ്. ഒരു ഫ്രൈഡേ ഞങ്ങൾ അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നു. അതേപോലെ അവരും ഒരു ദിവസം ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. അവർ ഏകദേശം നാട്ടിലേക്കൊക്കെ പോകാനായി. അപ്പം അതിൻ്റെ ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് പുറത്തേക്കൊക്കെ ഇറങ്ങിയതാട്ടോ. ഇത് വന്നിട്ട് ഞങ്ങൾ റൂമിൻ്റെ തൊട്ടടുത്തുള്ള പാർക്കാട്ടോ. ഇവിടേക്ക് ഞങ്ങൾ ഓഫൻ വരാറുണ്ട്, നൈറ്റിലായാലും അല്ലെങ്കിൽ ഡേ ടൈമിലൊക്കെ വരാറുണ്ട്. അടുത്ത് തന്നെ ആയതുകൊണ്ട് നല്ല രസമാണ്, മോൾക്കും നല്ല ഇഷ്ടമാണ് ഇങ്ങനത്തെ ഐറ്റംസിലൊക്കെ കയറുന്നതും. പിന്നെ ഇവരുടെ ഓരോ കളിചിരികളൊക്കെ കാണാൻ തന്നെ അടിപൊളിയല്ലേ. നമുക്ക് തന്നെ ഇടയ്ക്ക് ഇങ്ങനെ കയറണം എന്നെല്ലാം തോന്നും. ഞാൻ ഇടയ്ക്ക് ആരും കാണാതെ നല്ല ഊഞ്ഞാലിലൊക്കെ പോയിട്ട് ജസ്റ്റ് ഒന്ന് ആടിയിട്ടൊക്കെ വരും കേട്ടോ. അപ്പോഴത്തേക്ക് അവിടെ നിന്ന് ആരെങ്കിലുമൊക്കെ വരും. പക്ഷേ നമുക്കും ആ ഒരു ചൈൽഡ്ഹുഡിലേക്ക് പോകാൻ ഭയങ്കര ഇഷ്ടമല്ലേ. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ മോളെ പിടിച്ചാൽ കിട്ടില്ല കേട്ടോ. ഈ ഒരു ടൈമിന് ഞങ്ങൾ വന്നത് തന്നെ അതുകൊണ്ടാണ്. അധികം തിരക്കും ഉണ്ടാവില്ല. ഒരു ഉച്ച ടൈമൊക്കെ ആകുമ്പോൾ നമുക്ക് ഫ്രീ ആയിട്ടൊക്കെ കളിക്കുകയും ചെയ്യാം. മറ്റേ ഒരു വൈകുന്നേരം അല്ലെങ്കിൽ ഒരു നൈറ്റൊക്കെ ആകുമ്പോഴത്തേക്ക് നല്ല റഷായിരിക്കും കേട്ടോ. ഞാൻ ശരിക്കും മോൾക്ക് ഫുഡ് എടുത്തൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇവിടേക്ക് ഇറങ്ങാനുള്ള നേരം അതെടുക്കാനും മറന്നു. ഇവിടെ നിന്നൊക്കെ ആകുമ്പോൾ മോളെ മൈൻഡ് വേറെ ഒരു ലെവലിലായിരിക്കുമല്ലോ, അതുകൊണ്ട് പെട്ടെന്ന് ഫുഡൊക്കെ കഴിക്കലുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ റിട്ടേൺ പോകുന്ന ടൈമിൽ അവിടെ നിന്ന് എടുക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നിന്നു. മോള് നല്ല ക്ഷീണിച്ചിട്ടോ, കളിച്ചൊരു വഴിക്കായിട്ടുണ്ടായിരുന്നു. ഇവിടേക്കൊക്കെ വരുമ്പോൾ സത്യം പറഞ്ഞാൽ മക്കൾ മാത്രമല്ല റിലാക്സ്ഡ് ആവുക, നമ്മുടെ മൈൻഡും നല്ല റീഫ്രഷ് ആവുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ഓരോ കളിയും ചിരിയൊക്കെ കാണുമ്പം നല്ല രസമല്ലേ കാണാൻ വേണ്ടിയിട്ട്. ഇനി ഇവിടുത്തെ ഏറ്റവും ചെറിയ കുട്ടീനെ കാണിച്ചു തരാം കേട്ടോ. ഈ ദൂരെ ഇരുന്ന് ആടുന്ന വേണ്ടിയില്ലേ ഒരാൾ. വന്നു കഴിഞ്ഞാൽ പിന്നെ സ്റ്റാർട്ടിങ് അങ്ങ് തുടങ്ങും. എന്നിട്ട് ഓരോ ഐറ്റംസിലും കയറി അത് മടുക്കുന്നവരേ അതിൽ കളിക്കുമ്പോൾ അതിൻ്റെ ശേഷം നെക്സ്റ്റ് ഐറ്റത്തിൽ കയറി എല്ലാം കഴിഞ്ഞ് അവസാനം ഇങ്ങനെ ക്ഷീണിച്ചിട്ടൊരു വരവുണ്ട്, നമ്മൾ വിശക്കണുണ്ട് എന്ന് പറഞ്ഞിട്ട്. അതുവരെ ഫുഡ് ചോദിക്കാത്ത ആൾ ഇങ്ങനെ ചോദിക്കുമ്പോൾ നമുക്ക് തന്നെ ചിരി വരികയും ചെയ്യും. അപ്പം ഇവരെ മാക്സിമം കളിപ്പിച്ച് കഴിഞ്ഞാൽ അവൾക്ക് വിശക്കും എന്നുള്ള കാര്യമൊക്കെ എനിക്ക് അപ്പോഴാട്ടോ മനസ്സിലായത്. ഇവിടേക്ക് വരുമ്പോൾ ആർക്കും അങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു, നല്ല വെയിലല്ലേ എങ്ങനെ കളിക്കാമെന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഇവിടെ എത്തിയ ടൈമിൽ ഒരു ചൂടോട് കൂടിയ കാറ്റ് എന്നൊക്കെ പറയില്ലേ, നല്ല കാറ്റുണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾ ആ ചൂട് ശരിക്കും അറിഞ്ഞിട്ടൊന്നുമില്ലായിരുന്നു. പിന്നെ ഇവിടെ എല്ലാ ഐറ്റത്തിലും അത്യാവശ്യം സേഫ്റ്റി മെഷേഴ്സൊക്കെ ഉള്ള പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ഓരോ ഐറ്റത്തിൻ്റെ നേരെയും അവിടെ റൈറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാകും, ഏത് ഏജിനുള്ള മക്കൾക്കാണ് എന്നൊക്കെ എഴുതും കേട്ടോ. പക്ഷേ എനിക്ക് തോന്നുന്നു അധികം മോള് അങ്ങനൊന്നും നോക്കാറൊന്നുമില്ല. ഓൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവൾ കയറും. ഇനി പറ്റൂല എന്ന് തോന്നിയ സാധനത്തിലാണ് ഏറ്റവും കൂടുതൽ കയറുകയും ചെയ്യുക കേട്ടോ. എൻ്റെ ഒരു ഓർമ്മയിൽ ലാസ്റ്റ് ടൈം ഞങ്ങൾ സൗദിയിലേക്ക് വന്നപ്പോൾ മോള് കുറേ ഐറ്റംസിലൊന്നും മോൾ അങ്ങനെ കയറിയിട്ടുണ്ടായിരുന്നില്ല, ഒരു പേടി ഉണ്ടായിരുന്നു ഉള്ളിൽ. പക്ഷേ ഇപ്രാവശ്യം മാഷാ അല്ലാ ഓൾ എല്ലാത്തിലും കയറുന്നുമുണ്ട്. അവളെ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള എല്ലാ ഐറ്റത്തിലും കയറുന്നുണ്ട്. ആ പേടി കുറച്ചൊക്കെ മാറി കിട്ടിയിട്ടോ. അപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മൾ ഇവർക്ക് പേടി ഉണ്ടെന്ന് വെച്ചിട്ട് പിന്നെ അതിൽ കയറ്റാതെ അങ്ങനെ സമ്മതിക്കാതിരിക്കുന്നതാണ് ബെറ്റർ എന്ന് എനിക്ക് തോന്നുന്നു. അവരെ പേടി മാറിക്കിട്ടണം, എന്നാൽ തന്നെ അവർക്ക് എന്താക്കാൻ പറ്റുള്ളൂ, എല്ലാത്തിലും കയറാനും എല്ലാം എക്സ്പ്ലോർ ചെയ്യാനും ഒക്കെ ഇഷ്ടമുണ്ടാവുള്ളൂ. അല്ലെങ്കിലും ഈ ഒരു ഏജിലുള്ള മക്കളോട് നമ്മളത് ചെയ്യരുത് എന്ന് പറഞ്ഞാൽ പിന്നെ അവർക്കത് ചെയ്യാനുള്ളൊരു ടെൻഡൻസി ആയിരിക്കും. അപ്പം നമ്മൾ ഒന്നുകൂടി റെസ്ട്രിക്റ്റ് ചെയ്യുമ്പം അവർക്ക് വാശി കൂടും, അങ്ങനെയൊക്കെ ഉണ്ടാവാറ്. പക്ഷേ ചില സിറ്റുവേഷൻസിൽ നമുക്ക് എന്താക്കാൻ പറ്റില്ല, നമുക്ക് നമ്മളെ തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എനിക്കൊരു മനസ്സിലായൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ആ ടൈമിലൊക്കെ കുറച്ചൊക്കെ നമ്മളെ ആങ്കറൊക്കെ കൺട്രോൾ ചെയ്യുക. ഞാൻ എന്നോട് തന്നെയായിട്ട് പറയണേ, എനിക്ക് പെട്ടെന്ന് ദേഷ്യം വരുന്ന ഒരാളാണ്. പക്ഷേ മാക്സിമം കൺട്രോൾ ചെയ്യുക എന്നുള്ളൊരു ലെവലിലേക്ക് നമ്മളിവരെ ഓരോ കളികൾ കാണുമ്പോഴും നമ്മൾ എത്തിപ്പെടും. കുറേയൊക്കെ ഓരോ ഫ്രീ ആക്കി വിടാം. അവർ പറയുന്നത് ശരിയെന്നുള്ള ലെവലിൽ കുറേ ഫ്രീ ആക്കി വിട്ടാൽ തന്നെ അവരെല്ലാ കാര്യങ്ങളും നമ്മളടുത്തൊന്ന് പറയും. മോളൊക്കെ എന്തെങ്കിലുമൊക്കെ കള്ളത്തരമൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ മെല്ലെ ഒളിപ്പിച്ച് വെക്കും, നമ്മൾ ചീത്ത പറയുമോ എന്ന് വിചാരിച്ചിട്ട്. അപ്പം അത് കുഴപ്പമില്ല, നമ്മളൊരു ചിരിച്ച് കാണിക്കാന്നുണ്ടെങ്കിൽ പിന്നെ നെക്സ്റ്റ് ടൈം അത് ചെയ്യുമ്പോൾ പിന്നെയും വന്ന് കാണിച്ചു തരും. അപ്പോൾ അങ്ങനെയൊക്കെ ആ ഒരു ആറ്റിറ്റ്യൂഡിലൊക്കെ നിൽക്കുക എന്നൊക്കെ. നമുക്ക് ഇതൊന്നും ഒരാൾ പറഞ്ഞു തരേണ്ട കാര്യങ്ങളല്ല, നമ്മളെ എക്സ്പീരിയൻസിലൂടെ, നമ്മളെ ലൈഫ് എക്സ്പീരിയൻസിലൂടെ നമ്മൾ മനസ്സിലാക്കുന്ന ഓരോ കാര്യങ്ങളാണ്.
ഫസ്റ്റിലൊക്കെ നെയ്മുൻ്റെ ഫാമിലിയും നമ്മളെ ഫാമിലിയും രണ്ടുപേരും ഒരുമിച്ചൊക്കെ ആയിരുന്നു കേട്ടോ അങ്ങനെ നടന്നത്. പിന്നെ ഈ മക്കൾ ഓടുന്നതിനനുസരിച്ചിട്ട് അവർ വേറെ വഴിക്കും പോയി, ഞങ്ങൾ വേറെ വഴിക്കും പോയി. പിന്നെ ഒക്കെ കഴിഞ്ഞ് അറ്റ് ലാസ്റ്റാണ് വീണ്ടും ഒരുമിച്ച് കണ്ടത് കേട്ടോ. ടൈം പോകുന്നതിനനുസരിച്ചിട്ട് കുറച്ച് തിരക്കൊക്കെ ഇങ്ങനെ വരുന്നുണ്ട്, എന്നാലും കുഴപ്പമില്ല, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ആ ഒരു റഷ് ഇങ്ങനെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. ഇവിടെ നമ്മൾ കാണാത്ത കുറേ ഐറ്റംസ് ഉണ്ട്, അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമായത്. നമ്മൾ വിചാരിക്കാത്ത കുറേ ടൈപ്പ് ടോയ്സ് ഇല്ലേ, ഇതെന്താണെന്ന് മനസ്സുകൊണ്ട് വിചാരിക്കുന്നത്, അങ്ങനത്തെ ഒക്കെ കുറേ ഐറ്റംസ് എല്ലാം ഇവിടെ ഉണ്ടായിരുന്നു. ഇടയ്ക്ക് എപ്പോഴും വെച്ചിട്ട് ഇതാ ഓരോ വീണ്ടും കണ്ടു. അതിനും മോളും കൂടി നല്ല കളിയായിരുന്നു കേട്ടോ, രണ്ടാളും. ഒരാൾ കയറുന്നത് എന്താണെന്ന് വെച്ചാൽ അങ്ങനെ നോക്കി നിൽക്കട്ടോ, എന്നിട്ട് പിന്നെ രണ്ടാൾക്കും ഒരുമിച്ച് അതിൽ കയറണം, ഒരുമിച്ച് കളിക്കണം, അങ്ങനെയൊക്കെ ഉള്ളൊരു മൈൻഡാണ്. ഇതാ ഇപ്പം കണ്ടില്ലേ, മോള് കയറിയപ്പോഴത്തേക്ക് അതിന് സൈഡിൽ കൂടെ വന്നു, അല്ലെങ്കിൽ രണ്ടാൾക്കും ഈ ആയിട്ട് ആവശ്യമില്ല, അങ്ങനെയായിരുന്നു കേട്ടോ. പക്ഷെ നല്ല രസമാണ് അവരുടെ ഈ കളികളൊക്കെ കാണാനും. എന്നാലും ഭയങ്കര സ്നേഹമാണ്. ഇടയ്ക്ക് നമ്മളെ കണ്ണ് തെറ്റിയാൽ അപ്പം തെറ്റുകയും ചെയ്യും. ഇന്ന് എനിക്ക് കുറേ പ്രൗഡായിട്ടുള്ളൊരു മൊമെൻ്റ് ഉണ്ടായത് എന്താണെന്ന് വെച്ചാൽ, കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ സൗദിയിലേക്ക് വന്ന ടൈമിൽ മോൾക്ക് ഈ ഒരു ഐറ്റം കാണുന്നതേ പേടിയായിരുന്നു കേട്ടോ. പക്ഷെ ഇന്ന് മോള് ഇങ്ങോട്ട് വന്ന് പറയണ്ടായി അതിൽ കയറണം എന്ന് പറഞ്ഞു. അതിൽ ഏജ് നോക്കിയപ്പം മോളുടെ ഏജിന് പറ്റിയതല്ല, പക്ഷെ എന്നാൽ പോലും ഒക്കെ കയറണം എന്നുള്ളൊരിത് പറഞ്ഞപ്പം പിന്നെ ആർക്കും അങ്ങനെ കൊണ്ടുപോകാണ് കേട്ടോ. എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു, ആ കയറുന്ന ടൈമിൽ വഴുതി പോവുക. പിന്നെ അതിനും ഉണ്ട്, ശ്രദ്ധിക്കും. ഓളും മാക്സിമം കരുതിയിട്ടല്ല കയറുക, എന്നാലും ഇവർക്ക് ആ വേ ഒക്കെ മനസ്സിലാവുമോ എന്നൊക്കെ എനിക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു, കാലൊക്കെ എത്തുമെന്ന്. പക്ഷെ മാഷാ അല്ലാ ഓളതിൽ കയറി അതിൽ ഇറങ്ങി വന്നപ്പോൾ എന്തോ ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ. എന്നാലും മോള് വിചാരിക്കുന്നതോളം അച്ചീവ് ചെയ്യുന്നുണ്ടല്ലോ എന്ന് ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് അത്ര ഒരു ഇതായിട്ട് തോന്നില്ല. ബട്ട് ആസ് എ മദർ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ. അവള് പറ്റാത്തൊരു കാര്യം അവൾ അത് ചെയ്ത് കാണിച്ചു തന്നല്ലോ. മാഷാ അല്ലാ അൽഹംദുലില്ലാ, ഭയങ്കര സന്തോഷമായിരുന്നു. ഫസ്റ്റിൽ തന്നെ അയിനോനെ കയറ്റി വിട്ടുകൊണ്ട് ഓനെങ്ങനെയാണ് വന്നതെന്നൊക്കെ ശരിക്കും നോക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അതിനനുസരിച്ച് മെല്ലെ അങ്ങനെ പോരുകയാണ്. ഭയങ്കര തിരക്കാൾക്ക്, വേഗം പോകണം എന്നുള്ള ലെവലിൽ അങ്ങനെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഇവിടുന്ന്, മെല്ലെ കയറിയാൽ മതി, പിടിച്ച് കയറിയാൽ മതി എന്നൊക്കെ. പിന്നെ അധികം തിരക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് ഓക്കും ഫ്രീ ആയിട്ട് വരാനൊക്കെ പറ്റി. ഇപ്പം ആൾ താഴെ എത്തും കേട്ടോ. എന്താ ഈ ഒരു ചിരി നോക്ക്, ഇപ്പം നല്ല ഹാപ്പി ആയിട്ടോ ആള്. ഇനിയും കയറാനുള്ള ഒന്നുകൂടി കോൺഫിഡൻസ് ലെവലും കൂടി നല്ല അടിപൊളിയായി. പിന്നെ ഒരു 2 വട്ടമൊക്കെ കയറി, പിന്നെ അത് മടുത്തു. പിന്നെ നമ്മൾ മനസ്സുകൊണ്ട് ഇങ്ങനെ വിചാരിക്കും ഒക്കെ കഴിഞ്ഞു, ഇനി ഇവിടുന്ന് പോവുകയാണെന്നെല്ലാം വിചാരിക്കും. അപ്പോഴായിരിക്കും വേറെ ഐറ്റം കാണുക, അതിൻ്റെ മുകളിലേക്ക് കയറും. പിന്നെ ഇവരെ പിടിച്ചാൽ കിട്ടൂല, ഓരോന്നിനും കയറി അവർ ശരിക്കും എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. ഈ ഒരു വീഡിയോ സത്യം പറഞ്ഞാൽ ഞാനൊരു 2 വീക്സ് മുന്നേ എടുത്ത വീഡിയോ ആണ്. പക്ഷേ എഡിറ്റ് ചെയ്യാനുള്ള ഒരു ടൈമിൻ്റെ കുറവും പിന്നെ കുറച്ച് മടിയും എല്ലാം കൂടിയായിട്ട് അങ്ങനെ ലാഗായി പോകുന്ന കേട്ടോ. എപ്പോൾ വിചാരിക്കും വീഡിയോസൊക്കെ എടുത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് അപ്ലോഡ് ചെയ്യണം, അല്ലെങ്കിൽ ഇന്നോ നാളെയൊക്കെ ആയിട്ട് തന്നെ ചെയ്യണം എന്നൊക്കെ വിചാരിക്കും. പക്ഷേ എന്താ ചെയ്യുക, ഓരോ സിറ്റുവേഷൻസ് കൊണ്ട് ഇങ്ങനെ ലേറ്റ് ആവും. വർക്ക് ലൈഫും എല്ലാം കൂടി ഇങ്ങനെ ബാലൻസ് ചെയ്ത് പോകാമെന്ന് വെച്ചാൽ കുറച്ച് ടാസ്കല്ലേ. എന്നാലും കുഴപ്പമില്ല, അൽഹംദുലില്ലാ ഇങ്ങനെയൊക്കെ ചെറിയ രീതിയിലൊക്കെ അങ്ങനെ പോകുന്നുണ്ട്. നമുക്ക് ഒറ്റയടിക്ക് പീക്കിലെത്തണം അങ്ങനെയൊന്നുമില്ലല്ലോ, പടിപടിയായിട്ട് ഇങ്ങനെ അങ്ങ് പോയാൽ മതി. ഈ ഒരു ഐറ്റം അതുപോലെ തന്നെ കഴിഞ്ഞ വട്ടം സ്കിപ്പ് ചെയ്തിട്ടുള്ള ഒരു ഐറ്റം ആയിരുന്നു കേട്ടോ. ആ കയറിൻ്റെ മുകളിൽ ഇങ്ങനെ പിടിച്ചു പോകാൻ പേടിയായിരുന്നു. ഇന്നും നല്ല പേടിയിട്ടായിരുന്നു കേട്ടോ. ഓരോ സ്റ്റെപ്പ് വെക്കുമ്പോഴും ഇങ്ങനെ നമ്മളിങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു പിടിക്കുമോ എന്നുള്ള ലെവലിൽ. ഇന്ന് പിന്നെ അതിനുള്ളതുകൊണ്ട് അവൻ കയറുന്നതിലും കയറണം എന്നുള്ള ഒരു രീതിയിൽ കയറിയതായിരിക്കും ആൾ. ഇത് മറ്റേ ആ ഒരു ഐറ്റത്തിനേക്കാളും ടെൻഷനത്. ഒരു ഹാഫ് വേ എത്തിയപ്പോഴേക്കും പിന്നെ ഇങ്ങനെ സങ്കടമൊക്കെ ഇങ്ങനെ വരുന്നുണ്ട്, വീഴോ എന്നുള്ള ലെവലിൽ. ആർക്കാർക്കും നല്ല ടെൻഷനുണ്ട്, അതിൻ്റെ മുഖത്തും ഇങ്ങനെ കാണുന്നുണ്ട് വീഴോന്ന്. പിന്നെ നമ്മൾ അടുത്ത് തന്നെ ഉണ്ടല്ലോ, ആ ഒരു ഇതിൽ അങ്ങനെ ഏതായാലും ആ ലാസ്റ്റ് വരെ എത്തിയപ്പോഴത്തേക്കും പിന്നെ ആൾ നല്ല ഹാപ്പി ആയിട്ടോ. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ കൂടെ വേറെ കുട്ടികൾ ഇങ്ങോട്ട് വരുന്നതുകൊണ്ട് ആ ഒരു ടെൻഷനും ആക്കുന്നുണ്ട്, അതിങ്ങനെ ജേർക്ക് ചെയ്യല്ലോ, ആ ഒരു ഇതുകൊണ്ട്. ഒരു വിധത്തിൽ ഈ ഒരു ഐറ്റം കംപ്ലീറ്റ് ആക്കി തന്നെ പറയാം. പിന്നെ അതിൻ്റെ ശേഷം ഇതിൻ്റെ അടുത്തായിരുന്നു കേട്ടോ. ഇതെനിക്ക് തോന്നുന്നു മക്കളെക്കാളും കുറച്ചും കൂടി ഇഷ്ടപ്പെട്ടത് ഇവർക്ക് രണ്ടാക്കുക. ഇവരങ്ങോട്ടും ഇങ്ങോട്ടും സൗണ്ടെല്ലാം ഉണ്ടാക്കി അങ്ങനത്തെ ഒക്കെ പരിപാടിയായിരുന്നു. ഇവർക്ക് മതി എന്ന് പറയുമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ കുറേ നേരം വെയിറ്റ് ചെയ്ത് നോക്കി, ഒരു ഇതുമില്ല. അങ്ങനെ പിന്നെ ഞങ്ങൾ കുറച്ച് നേരം റിലാക്സ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് സൈഡിൽ വന്നിങ്ങനെ ഇരുന്ന കേട്ടോ. അവരെപ്പോഴും ഇങ്ങനെ കളിച്ചുകൊണ്ട് നിൽക്കുകയാണ് അവിടുന്ന്. എന്നാലും മോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നോക്കും കേട്ടോ, ഞങ്ങൾ അടുത്തുണ്ടോ പോയിട്ടുണ്ടോ എന്ന്. മോൾക്ക് ഭയങ്കര ടെൻഷനാണ് അങ്ങനെയൊക്കെ. എന്ത് കളി കളിക്കുകയാണെങ്കിലും ഇടയ്ക്ക് ഇങ്ങനെ തിരിഞ്ഞ് നോക്കും നമ്മളവിടെ ഉണ്ടോയെന്ന്. പിന്നെ ആളിതാ ഞങ്ങളെ കൂടെ എത്തി. അങ്ങനെ ഏകദേശം ടൈമൊക്കെ ആയി. മോൾക്ക് ഇങ്ങനെ വിശക്കാൻ തുടങ്ങിയിട്ടുണ്ട്, ഫുഡും എടുത്തിട്ടില്ലായിരുന്നല്ലോ. അങ്ങനെ ഏതായാലും അവിടുന്ന് മെല്ലെ ഇറങ്ങാനുള്ള പരിപാടിയാണ്.
പിന്നെ ഇവിടുന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് അങ്ങനെ നിന്നു. ഇവിടെ ഒരു വാട്ടർ ഫൗണ്ടെയിൻ ഉണ്ട്. ഇവർ ടൈമിന് മ്യൂസിക്കൊക്കെ വെച്ചിട്ട് ലൈറ്റ്സ് എല്ലാം വെച്ചിട്ട് നൈറ്റിൽ ഇങ്ങനെ പ്ലേ ചെയ്യും. നല്ല രസമാണ്. ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്ന ടൈമിൽ ആ ഒരു മ്യൂസിക്കൊക്കെ കേൾക്കുമ്പോഴേക്ക് എല്ലാവരും കൂടി അവിടെ എത്തും. അവിടെ എത്തി കുറച്ച് നേരം നോക്കുമ്പോഴത്തേക്ക് ആ വാട്ടർ ഡാൻസ് അങ്ങോട്ട് കഴിയും. അങ്ങനെ ഉണ്ടാവാറ് പതിവ്. ഇപ്പം ഏകദേശം ഒരു 5:30 അറൗണ്ട് 6 ഒക്കെ ആയിട്ടുണ്ട്. അപ്പം ഇനി അവിടെ നിന്നാൽ നല്ല തിരക്കാവുന്നുള്ളതുകൊണ്ട് ഞങ്ങൾ പിന്നെ വേഗം ഇറങ്ങുകയാണ്. പോകുന്ന വേ അവർക്ക് കുറച്ച് ഷോപ്പിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങളൊരു ഫ്രൂട്ട് സലാഡൊക്കെ കഴിച്ചു. അപ്പം ഇൻഷാ അല്ലാഹ് നമുക്ക് ഇനി നെക്സ്റ്റ് വ്ളോഗായിട്ട് കാണാം. അത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ കേട്ടോ.